ഹലോ മീഡിയസ്. അപ്പോൾ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ ഡാൻസ് പ്രോഗ്രാമാണെന്ന്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി. എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയൊരു ഡ്രീമാണ് ശരിക്കും ഈ ഒരു ക്ഷേത്രത്തിലെ ഡാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ലക്ഷ്മിയുടെ കൂടെയാണ് ഞാനവിടെ എത്തിയത്. അപ്പോൾ രാവിലെ 10 മണിക്ക് തന്നെ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കാര്യം ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു ഡാൻസിന്. നല്ല സൂപ്പർ പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഓരോരുത്തരായിട്ട് ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് വരണം. അപ്പോൾ ഇതാണ് ഒരു ടാസ്ക് എന്ന് പറയുന്നത്. പിന്നെ ഇതെല്ലാം നമ്മൾ ഒരു എക്സൈറ്റ്മെൻറ്റലായിട്ട് എടുക്കും. നമുക്കെല്ലാം ഭയങ്കര ഒരു ത്രില്ലാണ്. കാര്യം ആ ഒരു ഡാൻസ് കളിക്കുക എന്നുള്ള ഒരു എന്താ പറയുക, നവരാത്രി മണ്ഡപത്തിൽ ഡാൻസ് കളിക്കുക എന്നുള്ള ഒരു മോഹം, ദേവിയുടെ മുന്നിൽ കളിക്കുക എന്നുള്ളൊരു മോഹം ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. നമ്മൾ രാവിലെ 10 മണിക്ക് തന്നെ മേക്കപ്പ് ഒക്കെ ഇട്ട് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാനും വെയിറ്റ് ചെയ്യാനും ഒക്കെ തയ്യാറായിരിക്കും. കാരണം നമുക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല. പക്ഷെ ഇപ്രാവശ്യം കുറച്ച് പേർക്കൊക്കെ ഒരു എന്താ അസ്വാസ്ഥ്യങ്ങളിലൊക്കെ ഉണ്ടായി. എന്നാലും പക്ഷേ അവരൊക്കെ നല്ല പോലെ കളിച്ചു എന്നുള്ളതാണ്. നല്ല സൂപ്പറായിട്ട് കളിച്ചു. ആർക്കും വേറെ ഒരു പ്രശ്നമൊന്നുമില്ല. പ്രോഗ്രാമൊക്കെ സൂപ്പറായിരുന്നു. എന്തായാലും എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീം തന്നെയായിരുന്നു കേട്ടോ ഇത്. ഭയങ്കര എന്താ പറയുക, ഇങ്ങനെ ഒരു സ്റ്റേജിലെത്തി നിങ്ങൾ നോക്കിക്ക് കളിക്കുന്നത്. അപ്പോൾ ഇതുപോലെയല്ലേ ഞാനും കളിച്ചു എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു ഡാൻസൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. കാരണം പ്രോഗ്രാംസ് അത്രയ്ക്ക് സൂപ്പറായിരുന്നു കേട്ടോ. നല്ല ഡാൻസായിരുന്നു. പിന്നെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കാര്യം അമ്മയുടെ കൈ പിടിച്ച് ചെറുതിലേ പോയിട്ട് ഈ ഒരു ക്ഷേത്രത്തിനും അടുത്തുള്ള ഈ ഒരു മണ്ഡപവും ഒക്കെ കാണുമ്പോൾ ഒക്കെ സ്റ്റേജും ഒക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ഒരുപാട് മനസ്സിലിങ്ങനെ എന്താ പറയുക, ഒരുപാട് ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് മനസ്സുകൊണ്ട്. ഇങ്ങനെ എനിക്കതെങ്ങനെ പറയണമെന്നറിയില്ല. പക്ഷെ അവിടെ ഇങ്ങനെ ഞാനും ആ ഒരു സ്റ്റേജിൽ ആ ഒരു കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ആ ഭരതനാട്യം ഡ്രസ്സൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഡ്രീം അച്ചീവായി. അപ്പോൾ അത് വലിയൊരു മോഹമായിരുന്നു. അത് നടന്നു കണ്ടു. എല്ലാവരുടെയും പ്രാർത്ഥന. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം, നമ്മൾ ഒരു ഡ്രീം നടത്തണം എന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ച് വിചാരിച്ചാൽ അത് അച്ചീവ് ചെയ്യാൻ നമ്മളെ കൊണ്ട് എന്തായാലും സാധിക്കും. അത് ഉറപ്പാണ്. അതിൻ്റെ ഉദാഹരണമാണ് ശരിക്കും ഇതെന്ന് പറയുന്നത്. കാര്യം വർഷങ്ങൾ കുറച്ച് നീണ്ടു പോവും, കാത്തിരിക്കും. കാര്യം ഞാൻ വളരെ കുഞ്ഞിലെ നഴ്സറി എൻ്റെ 5 വയസ്സിലൊക്കെ ആഗ്രഹിച്ച കാര്യമാണ് എൻ്റെ ഈ ഒരു പ്രായത്തിൽ ഞാൻ അച്ചീവ് ചെയ്തത്. പിന്നെ ഏറ്റവും വലിയൊരു ടാസ്ക്കാണ് കേട്ടോ ഈ ഒരു കോസ്റ്റ്യൂം മാറ്റുക എന്നുള്ളത്. എന്തോ ഒരു അബദ്ധം പറ്റി ഗൈസ്, മുടി ഒന്ന് ചെറുതായിട്ട് കട്ടായിപ്പോയി. ലാസ്റ്റാണ് അറിയുന്നത്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ ഒരു മോഹം, വലിയൊരു മോഹമായിരുന്നു. പിന്നെ ഡാൻസിൽ ഇതൊക്കെ അച്ചീവ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു സന്തോഷം കേട്ടോ. ഇതും എൻ്റെ മിസ്സാണ്. ഞാൻ നിങ്ങൾക്ക് നേരത്തെ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ഒത്തിരി നന്ദി എനിക്ക് മിസ്സിനോടാണ് പറയാനുള്ളത്. ഒരുപാട് നന്ദി. പിന്നെ കുറേ ഫ്രണ്ട്സിന് കിട്ടും കേട്ടോ, ചെറുതും വലുതും പല പ്രായത്തിലുള്ള ഫ്രണ്ട്സിനൊക്കെ കിട്ടും നമുക്ക്. അടിപൊളിയായിരുന്നു. അപ്പോൾ ശരി, എല്ലാവരുടെ അനുഗ്രഹത്തിന് നന്ദി.